ഒരു താറാവ് കർഷകന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്തും ചെയ്യാൻ പറ്റും. അത് തെളിയിച്ച ഒരാളുണ്ട്. വലിയ വിദ്യാഭ്യാസമില്ലാത്ത ഒരു താറാവ് കർഷകൻ ബുദ്ധിയും തന്ത്രവും കഠിന പ്രയത്നവും കൊണ്ട് എനർജി ഡ്രിങ്ക്സ് രംഗത്ത് ചരിത്രം എഴുതി. ഇന്ന് 170-ലേറെ രാജ്യങ്ങളിൽ ഉപഭോക്താക്കളുള്ള, ഇക്കഴിഞ്ഞ വർഷം 1300 കോടി ക്യാനുകൾ വിറ്റ റെഡ് ബുൾ. അതെ, താറാവ് കർഷകനെ കോടീശ്വരനാക്കിയ റെഡ് ബുള്ളിന്റെ കഥയാണിത്. ലെറ്റ്സ് ടോക്ക് ബിസിനസ്. തായ്ലൻഡിലാണ് കഥ തുടങ്ങുന്നത്. ചൈനയിൽ നിന്ന് കുടിയേറിയ ദമ്പതികളുടെ മകനായി നോർത്തേൺ തായ് മേഖലയായ ഫിജിറ്റിൽ ചാലിയോ യുവിദ്യ ജനിച്ചു. മാതാപിതാക്കൾ താറാവ് കർഷകർ, ഒപ്പം പഴം പച്ചക്കറി കൃഷിയും. ദാരിദ്ര്യം മൂലം ചാലിയോയ്ക്ക് വിദ്യാഭ്യാസമൊന്നും കിട്ടിയില്ല. അച്ഛനെയും അമ്മയെയും കൃഷിയിൽ സഹായിക്കുക എന്നതായിരുന്നു പ്രധാനം. കുറെ വർഷങ്ങൾക്ക് ശേഷം ചാലിയോ ബാങ്കോക്കിലേക്ക് എത്തി. ബസ് ഡ്രൈവറായും മൂത്ത സഹോദരന്റെ രാസനിർമ്മാണശാലയിലും അവിടെ ഒരു ഫാർമസ്യൂട്ടിക്കൽ സെയിൽസ്മാനായും ജോലി ചെയ്തു. അങ്ങനെയിരിക്കെ സ്വന്തമായി സംരംഭം തുടങ്ങാമെന്നായി. ചേട്ടനൊപ്പം ജോലി ചെയ്തതിന്റെ അനുഭവം വെച്ച് ചാലിയോ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി തുടങ്ങി, TC ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്. ആന്റിബയോട്ടിക്സും കോസ്മെറ്റിക്സും വിൽപ്പനയും കയറ്റുമതിയും തുടങ്ങി. ആ ബിസിനസ് നന്നായി പോയി. അപ്പോഴാണ് ചാലിയോ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. എനർജി ഡ്രിങ്ക്സ് മാർക്കറ്റിൽ വലിയൊരു സാധ്യതയുണ്ടെന്ന്. ജപ്പാനിലെ ലിപ്പോവീറ്റൻ എന്ന എനർജി ഡ്രിങ്ക് വിപണി കീഴടക്കുന്നത് ചാലിയോ കണ്ടു. പക്ഷെ അതിന് നല്ല രുചി ഉണ്ടായിരുന്നില്ല. എന്നിട്ടും വിപണി ഉണ്ടായതും അയാൾ വീക്ഷിച്ചു. ആ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാമെന്നായി ചാലിയോയ്ക്ക്. അങ്ങനെ പരീക്ഷണങ്ങൾ തുടങ്ങി. 1976 ഒരു സിറപ്പ് നിർമ്മിച്ചു, ക്രാറ്റിംഗ് ഡയാങ്. തായ് ഭാഷയിൽ ചുവന്ന കാളകൾ അഥവാ റെഡ് ബുൾസ് എന്നർത്ഥം. ആദ്യകാലങ്ങളിൽ ഫാർമസികളിൽ മാത്രമാണ് ഇത് വിറ്റിരുന്നത്, അതും ഒരു ചെറിയ കറുത്ത ചില്ലുകുപ്പികളിൽ മാത്രം. തായ്ലൻഡിലെ റൂറൽ തൊഴിലാളികൾ, ഡ്രൈവർമാർ, കൺസ്ട്രക്ഷൻ തൊഴിലാളികൾ ഇവരൊക്കെ ഒരു എനർജിക്ക് വേണ്ടി ഇത് വാങ്ങാൻ തുടങ്ങി. ട്രക്ക് ഡ്രൈവർമാർക്ക് ആദ്യമെല്ലാം ഫ്രീ സാമ്പിളുകൾ നൽകിയത് ചാലിയോയുടെ തന്ത്രമായിരുന്നു. അത് ഫലം കണ്ടു. പിന്നീട് തായ് ബോക്സിംഗ് മാച്ചുകളിൽ സ്പോൺസർമാരായും ക്രാറ്റിംഗ് ഡയാങ് മാറി. സൂര്യന് മുന്നിൽ പരസ്പരം കൊമ്പ് കോർക്കുന്ന രണ്ട് ചുവന്ന കാളകൾ. ഈ ലോഗോയും തായ് ആളുകൾക്ക് ഇഷ്ടമായി. പതിയെ ക്രാറ്റിംഗ് ഡയാങ് തായ്ലൻഡിന് പുറത്തേക്കും വളർന്നു. സിംഗപ്പൂരിലേക്കും ഹോങ്കോങ്ങിലേക്കും വിപണി കണ്ടെത്തി. 1982 വഴിത്തിരിവ് സംഭവിക്കുന്നത്. ഓസ്ട്രിയൻ സെയിൽസ്മാനായ ഡീട്രിക് മാർഷീറ്റ്സ് ഒരു യാത്രയ്ക്കിടെ ക്രാറ്റിംഗ് ഡയാങ് ട്രൈ ചെയ്തു. ജെറ്റ് ലാഗ് മാറ്റാൻ അയാൾക്കിത് നന്നായി തോന്നി. ഷാംപൂ, ടൂത്ത് പേസ്റ്റ് ഇതിന്റെയൊക്കെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു ഡീട്രിക് മാർഷീറ്റ്സ്. ക്രാറ്റിംഗ് ഡയാങ്ങിന്റെ സാധ്യതകൾ ഡീട്രിക്കിന് മനസ്സിലായി. അയാൾ ചാലിയോയുമായി ബന്ധപ്പെട്ടു. 1984 ചാലിയോയും ഡീട്രിക്കും ഒരുമിച്ചു. ഇരുവരും $5000 വീതം ഇൻവെസ്റ്റ് ചെയ്തു. റെഡ് ബുൾ കമ്പനി സ്ഥാപിതമായി. പുതിയ എനർജി ഡ്രിങ്ക് അവർ ലോഞ്ച് ചെയ്തു. ഒരു ചെറിയ മഞ്ഞ ക്യാനിലായിരുന്നു ലോഞ്ച് ചെയ്തത്. പക്ഷേ അവർ പരാജയപ്പെട്ടു. നിരവധി വിമർശനങ്ങൾ ഉയർന്നു. ഡീട്രിക് തളർന്നില്ല. എങ്ങനെ ഇത് നന്നാക്കാമെന്ന ചിന്തയായി. പരീക്ഷണങ്ങളായി. അങ്ങനെ അവർ റെഡ് ബുൾ കാർബണേറ്റഡ് ഡ്രിങ്ക് ആക്കി. 1987 ഒരു ചെറിയ മഞ്ഞ ക്യാനിൽ നിന്ന് നീളമുള്ള കയ്യിൽ ഒതുങ്ങുന്ന ക്യാനുകളിലായി വിതരണം. ഇന്ന് കാണുന്ന റെഡ് ബുൾ. ബിസിനസ് എന്തായാലും വിജയിപ്പിക്കണമല്ലോ. ചാലിയോയും ഡീട്രിക്കും തന്ത്രങ്ങൾ മെനഞ്ഞു. ഓസ്ട്രിയയിലെ കോളേജുകളിൽ പരീക്ഷാ സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയി റെഡ് ബുൾ നൽകി. ടാക്സി ഡ്രൈവർമാർക്കും ബ്ലൂ കോളർ തൊഴിലാളികൾക്കും ഫ്രീ ആയി റെഡ് ബുൾ നൽകി. 1988 ആയപ്പോഴേക്കും 1.2 മില്യൺ ക്യാനുകൾ വിറ്റഴിഞ്ഞു. ചാലിയോയും ഡീട്രിക്കും കോടീശ്വരന്മാരായി. 1992 യൂറോപ്പിലേക്കും 94 UK-യിലേക്കും പിന്നീട് അമേരിക്കയിലേക്കും വിപണി പടർന്നു. എന്നാൽ 2014 ഒരു സംഭവം ഉണ്ടായി. ഒരു അമേരിക്കൻ യുവാവ് കോടതിയിൽ റെഡ് ബുള്ളിനെതിരെ പോയി. യുവാവിന്റെ പരാതി ഇങ്ങനെയായിരുന്നു: ഞാൻ റെഡ് ബുള്ള് കഴിച്ചു, പക്ഷേ എനിക്ക് വിങ്സ് അഥവാ ചിറകുകൾ വന്നില്ല. കമ്പനി കള്ളം പറയുന്നുവെന്ന്. കോടതി പരാതിക്കാരനൊപ്പം നിന്നു. 2002-2014 കാലഘട്ടത്തിൽ അമേരിക്കയിൽ റെഡ് ബുൾ വാങ്ങിയവർക്കെല്ലാം $10 അല്ലെങ്കിൽ $15 പ്രോഡക്റ്റുകൾ തിരികെ കൊടുക്കേണ്ടി വന്നു. ഏകദേശം $13 മില്യൺ റെഡ് ബുൾ കമ്പനിക്ക് നഷ്ടമായി. ഇതോടെ പരസ്യത്തിലെ വിങ്സിന്റെ സ്പെല്ലിംഗ് റെഡ് ബുൾ തിരുത്തി. എന്താണ് റെഡ് ബുള്ളിന്റെ വിജയതന്ത്രം? മാർക്കറ്റിംഗ്, അഡ്വർടൈസിംഗ് ആണ് റെഡ് ബുള്ളിന് ലോക ശ്രദ്ധ നേടിക്കൊടുത്തത്. അവരുടെ സ്ട്രെങ്ത് അതാണ്. എക്സ്ട്രീം സ്പോർട്ട് ഇവന്റുകളിൽ സ്പോൺസർമാരായി ബ്രാൻഡിനെ വളർത്തി. എനർജി ഡ്രിങ്ക് എന്നതിനപ്പുറത്തേക്ക് കൂളായ, സ്റ്റൈലായ എന്തോ ഒന്നാണ് റെഡ് ബുൾ എന്നൊരു തോന്നൽ ആളുകളിൽ ജനിപ്പിച്ചു. ഫോർമുല 1, സ്നോ ബോർഡിംഗ്, ബൈക്കിംഗ്, സൈക്ലിംഗ് അങ്ങനെ പല സ്പോർട്സ് ഇവന്റുകളെയും
പല അത്ലറ്റുകളെയും റെഡ് ബുൾ സ്പോൺസർ ചെയ്തു. 1992 ആദ്യമായി അവർ ഒരു ഇവന്റ് സംഘടിപ്പിച്ചു, റെഡ് ബുൾ ഫ്ലൂക്ക് ടാഗ് മത്സരം. ആളുകൾക്ക് അവരുണ്ടാക്കിയ ഫ്ലൈയിങ് മെഷീൻ അവതരിപ്പിക്കാൻ ഒരിടം. അത് ഹിറ്റായി. 2012 സ്പേസിൽ നിന്ന് ഫീലിക്സ് ബോംബ്ലാഡർ ഭൂമിയിലേക്ക് ചാടിയതും റെഡ് ബുൾ ഇവന്റിനാണ്. അഡ്രിനാലിൻ റഷ്, ത്രിൽ, ഇതിനൊക്കെയൊപ്പം റെഡ് ബുൾ എന്ന വാക്കും എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങി. 2012 ചാലിയോ അന്തരിച്ചു. തായ്ലൻഡിലെ 3ാമത്തെ ധനികനായി. ഇന്ന് റെഡ് ബുള്ളിന്റെ 49% ഷെയർ ഡീട്രിക്കിന്, 49% ഷെയർ ചാലിയോയുടെ ട്രസ്റ്റിന്, 2% ചാലിയോയുടെ മകന്. ഇങ്ങനെയാണ് ഓഹരി. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ ഡ്രിങ്ക്സ് ഒന്നും റെഡ് ബുൾ സ്വന്തമായി പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല. പ്രൊഡക്ഷനും ഫില്ലിങ്ങും ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. റെഡ് ബുൾ കമ്പനി ഇതിന്റെ വിൽപ്പന മാത്രമാണ് നോക്കുന്നത്. ഇന്ന് എനർജി ഡ്രിങ്കുകളിൽ മറ്റേത് ബ്രാൻഡിനേക്കാളും റെഡ് ബുൾ മുന്നിട്ട് നിൽക്കുന്നു. ഇപ്പോൾ നോർമൽ റെഡ് ബുള്ളിന് പുറമെ നോ ഷുഗർ ഉൾപ്പെടെയുള്ള പല വേർഷനുകളും വിപണിയിലുണ്ട്. താറാവ് കർഷകന്റെ തന്ത്രം ലോകം ഏറ്റെടുത്തിരിക്കുന്നു. റെഡ് ബുൾ പറന്നുയരുകയാണ്.